ഞാൻ കാരണം അച്ഛന് നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടായില്ലമ്മേ. അതുകൊണ്ടല്ലേ കടയിൽ പോകാൻ പറ്റാണ്ടായതും കടകളൊക്കെ അടച്ചു കൂട്ടിയതും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നമ്മളെന്തിനു വെറുതെ അതും പറഞ്ഞ് നടക്കുന്നത്? കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മോള് വാ. These positions are alterable as the situation changes. മോളെ, ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാണ്ടിരുന്ന് പഠിച്ചതല്ലേ, മതി പഠിച്ചത്, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അത് സാരില്ലമ്മേ, ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ എക്സാം അല്ലേ, അത് കഴിഞ്ഞാൽ ഫ്രീ ആയില്ലേ. എന്നിട്ടേ അച്ഛന്റെ കടയിലൊക്കെ ഒന്ന് പോണം. അച്ഛന്റെ കടയിലേക്കോ? അതെന്തിന്? പൂട്ടിപ്പോയ കടകളൊക്കെ നമുക്ക് തുറക്കണ്ടമ്മേ. ഞാനും കൂടി നിന്നാലേ അച്ഛന് നല്ലൊരു സമാധാനമാവും. പിന്നെ റിസൾട്ട് വരാൻ കുറച്ച് സമയമുണ്ടല്ലോ, അതുവരെ എനിക്കിവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. ഞാനും കൂടി അച്ഛനൊപ്പം പോയി തുടങ്ങാം. അത് നല്ലൊരു തീരുമാനം കേട്ടോ. എന്നാ പിന്നെ ഒരു ഷോപ്പിലെ കച്ചവടം നീ നോക്കിക്കോ, മറ്റേ കടയിൽ ഞാനും പോകാം. വെറുതെ എന്തിനാ പാവത്തിന് എല്ലാത്തിനും കൂടെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മേ, അമ്മേ. എന്തോ മോൾ ഇത്രയും വൈകിയത്? അമ്മേ, നന്നായിട്ട് വൈകി ഇന്ന്. നല്ല ട്രാഫിക് ജാം, പിന്നെ ബസ്സൊന്നും നിർത്തുന്നുമില്ല. എല്ലാവരും ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയല്ലേ, സ്കൂളും വിട്ട് പിള്ളേരുടെ തിരക്കും എല്ലാം കൂടി ആയിട്ട്. എന്നാ നീ കാർ എടുത്തിട്ട് വെക്കൂടെ? ഇവിടെ വെറുതെ നിർത്തിയിട്ടിരിക്കല്ലേ, തിരക്കിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഇനി കാറും എടുത്തിട്ട് പോയാൽ മതി. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്താൻ. ബസ്സുകാരങ്ങനെയാണല്ലോ, ഒരു ഇത്തിരി സ്ഥലം എവിടെയെങ്കിലും കിട്ടിയിട്ടെങ്കിൽ അവരങ്ങനെ കഴിച്ചൂലേ, അങ്ങനെ എത്തിയതാ. കൊറേ ദിവസം അച്ഛനിങ്ങനെ പറയുന്നു എനിക്കൊരു സ്കൂട്ടി വാങ്ങിച്ചു തരണം എന്നുള്ളത്. അതിനെതിരെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നേ, ഞാൻ വാങ്ങില്ലേ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് അടുത്ത മാസേ ഒരു ബൈക്ക് വാങ്ങണം. എന്നാ പിന്നെ ഇത്രയും പ്രശ്നമില്ല, സമയത്തിന് വീട് എത്താ. നീ വാ, കേറ്. അമ്മേ, അമ്മ ഒന്ന് ഫോൺ നോക്കിക്കേ. നീ എന്താ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടോ? ഈ മാസം സാലറി അത് അമ്മേന്റെ ഇരിക്കട്ടെ, എന്റെ വേറെ പൈസ ഉണ്ട്.